നിങ്ങളുടെ ഹൃദയത്തോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, ധാരാളമായിട്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് കാത്ത് പരിപാലിക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൗന്ദര്യമായും ബുദ്ധിയും ജ്ഞാനമുള്ള മരുന്നുകളെ നീ ഒന്ന് പ്രകാശിപ്പിച്ചു കൊടുക്കാൻ ബോധപ്രയോജനെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, ഇവിടെ കടന്നു വന്ന ഓരോ മക്കളെയും സമ്പൂർണമായ ഒരുപാട് വിടത്തികൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ആവശ്യഭാര്യങ്ങളുമായി കടന്നു വന്നവരുണ്ട്, രോഗികളായി കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ കർത്താവിനെ ജീവിക്കുന്നവരെ പഠിച്ച് കർത്താവെ പൂർണ്ണ സൗഖ്യവും വിടുതലയോട് കൊടുക്കാൻ പോകാതെ പ്രയോഗത്തിനെ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കടന്നു വരുവാനും കർത്താവിൽ നിങ്ങൾ വചനങ്ങൾക്കായി ഒരുക്കുന്ന പ്രയോഗത്തിനെ ശ്രമിക്കുന്ന വാഴ്ത്തുന്ന മനുഷ്യ ശരീരത്തിലും പൂർണ്ണ സൗഖ്യവും വിടുതൽ കുടുംബമായി ഏൽപ്പിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് സന്താനത്തേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവേ ഇനി ആരെങ്കിലും കടന്നു വരാനുണ്ടെങ്കിൽ അത്രയും പകർന്ന് കടന്നു വരുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി പ്രവർത്തിക്കണമേ. കർത്താവെ വിടുതലെത്തുവാൻ കർത്താവെ രോഗികൾക്ക് സൗഖ്യം കിട്ടുവാൻ നീ സഹായിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവിന്റെ ഒരുപാട് വിടത്തികൾ വിഷയം താഴ്ത്തിയേൽപ്പിക്കുന്നു. നിന്റെ ആർക്കും ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം. എല്ലാം വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ 106-ാമത്തെ പാട്ട്, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി മടങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുകയും അവൻ നല്ലവനാത്തോടെ എന്നേക്കുമുള്ളത് സോദരഗീതം പാടി പുകഴ്ത്തുകയും രാജരാജനെ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിരുന്ന ഈ വലിയതായ കർത്താവിനെ നമുക്ക് ഇതിന് ആൾക്കാരൻ കരങ്ങൾ അടിച്ച് രണ്ട് കാര്യങ്ങളും ശക്തിയോടെ അടിച്ച് എന്ന ആൾക്കാരൻ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. കരങ്ങളില് നമ്മളെല്ലാവരും ചേർന്ന് നല്ല ഉച്ചത്തില് ഇന്ന് ആൾക്കാരും ഈ ദൈവത്തെ പാടി നമ്മൾ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വാഴ്ത്തി